നമസ്കാരം. നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തെ തിരുവോണം നക്ഷത്രത്തിൻ്റെ കർക്കിടക മാസഫലമാണ് നമ്മളിവിടെ പറയുന്നത്. പൊതുവെ തിരുവോണം നല്ല ഒരു മാസം, ഈ മാസം നല്ല ഫലങ്ങളാണ് കാണിക്കുന്നത്. ഭൂമിയോ വീടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് കൂടി കാത്തിരിക്കേണ്ടി വരും. പക്ഷെ നല്ല വിലയിൽ നമ്മുടെ കയ്യിലുള്ള പണത്തിന് വാങ്ങിക്കാൻ പറ്റിയ ഭൂമിയോ വീടോ വന്ന് ചേരുന്നതാണ്. അത് വാങ്ങുമ്പോൾ അതിൻ്റെ രേഖകളെല്ലാം ശരിയായ വിധം നല്ല രീതിയിൽ പരിശോധിച്ചതിന് ശേഷം മാത്രം അത് വാങ്ങുക. കുടുംബ വഴക്കുകൾ ഉണ്ടാവാതെ അത് നോക്കുക. അഥവാ ചെറിയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് വളർന്ന് വലുതാവാതെ തുടക്കത്തിൽ തന്നെ ആ പ്രശ്നം വിട്ടുവീഴ്ചകൾ ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. വിട്ടുവീഴ്ചകൾ വളരെ അത്യാവശ്യമാണ്. അവിടെ നമ്മൾ ഈഗോ ഒന്നും ഉപയോഗിക്കരുത്. വിദേശത്ത് പോകാനുള്ള വിദ്യാർത്ഥികൾക്കുള്ള ലോൺ പാസ്സാക്കി കിട്ടുന്നതാണ്. ബിസിനസ്സിൽ പൊതുവെ അലച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യാത്രകൾക്ക് പറ്റിയ കാലമാണ്. കലാപ്രവർത്തനം വളരെ അനുകൂലമായ സമയമാണ്. ഗൃഹത്തിലെ നമ്മുടെ മുതിർന്നവരുടെ ഗൃഹത്തിലെ മുതിർന്നവർന്ന് അച്ഛൻ അമ്മ അങ്ങനെയുള്ള ആരെങ്കിലും കൊണ്ട് അവരുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. എന്തെങ്കിലും ചെറിയ പനിയോ എന്തെങ്കിലും വന്നാൽ സ്വയം ചികിത്സ നടത്താതെ അടുത്തുള്ള ആശുപത്രിയിൽ പോയി അതിന് വേണ്ടുന്ന ചികിത്സകൾ എടുക്കേണ്ടതാണ്. നടക്കത്തില്ല, അസാധ്യമാണ് എന്ന് കരുതി ഉപേക്ഷിച്ച പല കാര്യങ്ങളും അത് നിങ്ങളുടെ പ്രയത്നത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. ക്ഷേത്രാടത്തിന് സാഹചര്യം ഒടുങ്ങും. ചിട്ടി, ഇൻഷുറൻസ് അങ്ങനെയുള്ള തുകകൾ എല്ലാം കിട്ടാനുള്ള, ഇപ്പോൾ ഇൻഷുറൻസ് എടുത്തുള്ളവർക്കൊക്കെ അത് കിട്ടാനുള്ള സമയം, ഇപ്പം മാസച്ചിട്ടിക്ക് ചേർന്ന് അവർക്ക് ചിട്ടി തുക ലഭിക്കാനുള്ള ഒരു അനുകൂലമായ സമയമാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് നല്ല പുരോഗതി കാണുന്നു. വിദേശത്ത് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാർക്ക് അനുകൂലമായ സമയമാണ്. ഈ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ കഠിനമായി അധ്വാനിക്കുക. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ, അവർക്ക് അനുകൂലമായ സമയമാണ്. ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും 1-2 മണിക്കൂർ എക്സ്ട്രാ ജോലി ചെയ്യണം എന്ന് പറഞ്ഞാലും അത് നിഷേധിക്കാതെ സൗഹൃദപരമായിട്ട് ആ ജോലി ഏറ്റെടുത്ത് നിർവഹിക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്നതാണ്. ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് അമിതമായ ശ്രദ്ധ കൊടുക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല ബന്ധം കാത്ത് സൂക്ഷിക്കുക. അവർ തരുന്ന ടാസ്കുകൾ പരമാവധി അച്ചീവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. ഇനി തുടർന്ന് ഞങ്ങൾ ചിങ്ങമാസ ഫലങ്ങളുടെ തയ്യാറെടുപ്പിലാണ്. ചിങ്ങമാസ ഫലങ്ങളുമായി വരുന്നതാണ് ഉടൻ തന്നെ. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ ലഭിക്കാനായിട്ട് എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. നവഗ്രഹ ജ്യോതിശാലയം ആരുടെ കയ്യിൽ നിന്നും പണം ഒന്നും സ്വീകരിക്കുന്നതല്ല. നന്ദി, നമസ്കാരം.